ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, വിഷ്ണുവേട്ട നമുക്ക് ഈ തീരുമാനം മാറ്റാം. അത് കേട്ട ഉടനെ ശാരദാമ്മ ചോദിക്കുക, മോളെ നീ ഇത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതലും വിഷ്ണുവേട്ടൻ്റെ മനസ്സ് കിടക്കുന്ന ആ വീട്ടിലമ്മേ. സത്യാമ്മയോടൊപ്പം ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങിയാലും അത് ശാശ്വതമാകില്ലമ്മേ. കാരണം അച്ഛനെക്കുറിച്ചുള്ള വേദന വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം വിഷ്ണുവേട്ടന് മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. പിന്നെ ആ സങ്കടവും ഞാൻ തന്നെ കാണണ്ടേ അമ്മേ. എനിക്കിപ്പോൾ സത്യയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുന്നു എന്നും പറഞ്ഞ സത്യ വളരെ സന്തോഷത്തിലിരിക്കുമായിരുന്നു. സങ്കടത്തോടെ ശാലിനി പറയുന്നുണ്ട്, അതും സാരമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അങ്ങ് സമാധാനിപ്പിച്ചോളാം. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊന്ന് കാണണം. ആ കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പുവാണ് ശാലിനിയെ നോക്കിക്കൊണ്ട്. വിഷ്ണുവേട്ടൻ വിഷമിക്കണ്ട, വിഷ്ണുവേട്ടൻ ഇപ്പോൾ പൊയ്ക്കോ, ആ വീട്ടിലിപ്പോൾ വിഷ്ണുവേട്ടൻ വേണോ? സങ്കടത്തോടെ ഹൃദയം പൊട്ടി വിഷ്ണു പറയുകയാണ്, തനിക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നരുത്, പറഞ്ഞു പറ്റിച്ചുവെന്ന് തോന്നുകയും ചെയ്യരുത്. ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷെ വിധി നമുക്കെതിരാ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു. അപ്പോൾ വീട് മാറില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്കൊന്നും തോന്നണ്ടെന്ന് കരുതിയാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞതില്ലേ? എല്ലാം ഒരു അഭിനയം അല്ലേ? എന്നെ കൊണ്ട് തന്നെ വേണ്ടാന്ന് പറയിപ്പിക്കുന്ന നല്ല ഒരു അഭിനയതന്ത്രം തന്നെ അല്ലേ വിഷ്ണുവേട്ട? അതും എൻ്റെ ഈ മുൻപിൽ. ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട് ശാലിനി പറയുക, വേണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അല്ല, താൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനായിട്ടൊഴിഞ്ഞതല്ല. അല്ല വിഷ്ണുവേട്ട, ഞാനായിട്ടൊഴിഞ്ഞു മാറിയതാ. അങ്ങനെ ആവുമ്പോൾ വിഷ്ണുവേട്ടനായിട്ടല്ലല്ലോ ഒഴിയുന്നത്. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ, ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത്, എനിക്കൊരു വിഷമവും ഇല്ല എന്നും ഇങ്ങനെ പറയുന്നതേ ശാലിനി കരഞ്ഞുകൊണ്ടാണ്. അപ്പോഴേക്ക് സത്യമോൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട്, ഹായ് ബിഗ് ഫ്രണ്ട്, ഇത് എപ്പോഴെത്തി? എന്നിട്ട് സത്യമോള് ശാലിനിയോട് പറയും, അമ്മേ ഇപ്പോഴെൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. അത് കേട്ട് വിഷ്ണു വീണ്ടും അങ്ങ് ഞെട്ടിപ്പോവാണ്. ശാരദാമ്മയും ശാലിനി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുവാണ്. ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, മോനെ ആരോ ഇവളെ ഫോൺ ചെയ്ത് പറ്റിക്കുന്നതാ. അങ്ങനെയൊന്നും അല്ല, ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതല്ലേ. ഞാൻ നിർബന്ധിച്ചപ്പോഴേ എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഫോട്ടോയും അയച്ചു തന്നു. വിഷ്ണു അത് കേട്ടിട്ട് ശാലിനി ഒന്ന് നോക്കുന്നുണ്ട്. ശാലിനി എന്ത് പറയണമെന്നറിയാം ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുവാണ്. മോളെ എന്നെ ഒന്ന് കാണിച്ച് ആ ഫോട്ടോ എന്നും പറഞ്ഞ് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യമോൾ മൊബൈൽ കൊടുക്കുന്നുണ്ട്. വിഷ്ണു ആ ഫോട്ടോ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സമയത്ത് പപ്പി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഫോട്ടോ ആരെങ്കിലും കണ്ടാലോ അത് അപകടമാ എന്നും പറഞ്ഞ് പപ്പി ആ ഫോട്ടോ അവിടെ ഇരുന്നോണ്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ഇതറിയാതെ വിഷ്ണു നോക്കുമ്പോൾ ഫോണിൽ ഫോട്ടോ ഇല്ല. വിഷ്ണു പറയുന്നത്, വേണ്ട മോളെ, ഇതിൽ ഫോട്ടോയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ല, ഉണ്ടല്ലോ എന്നും പറഞ്ഞ് സത്യമോൾ വാങ്ങി നോക്കിയിട്ട് ഫോട്ടോ കാണുന്നില്ല. അയ്യോ, അച്ഛനെന്നാ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിരിക്കും. ശാലിനി എന്താ ഇതൊക്കെ എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുക, മോനെ സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് ഒരാൾ സത്യയെ വിളിക്കുന്നുണ്ട്. അതാരാണെന്ന് സത്യയോ ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ അതാരാണെന്ന് ഞങ്ങൾക്ക് അറിയാനും പാടില്ല. മോളോട് പേര് വല്ലതും പറഞ്ഞോ അച്ഛൻ്റെ? ഇല്ല, പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കറിയാമായിരിക്കും. അമ്മ പറയമ്മേ, അച്ഛൻ്റെ പേരെന്തുവാന്ന്. ഇത് കേട്ടിട്ട് ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കണം. എന്തു പറയാനാ? അടുത്ത് നിൽക്കുന്ന വിഷ്ണുവാണ് മോളെ നിന്റെ അച്ഛനെന്ന് പറയാൻ ശാലിനിക്ക് കഴിയുന്നില്ലല്ലോ. ശാലിനി എന്തൊക്കെയാ സത്യമോളി പറയുന്നത്? എനിക്കറിയില്ല വിഷ്ണുവേട്ട, എൻ്റെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നത് എന്തുവാണെന്നും എനിക്കറിയില്ല. എങ്ങോട്ടേക്കാ ഈ ജീവിതം പോകുന്നതെന്നും എനിക്കറിയില്ല. വിഷ്ണുവേട്ടന് ഞാൻ കുടിക്കാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് ശാലിനിയെ ബാഗൊക്കെ എടുത്തോണ്ട് അകത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുവിനോട് പറയുന്നു, ഒരപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ഇനി എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ച് നാണം കെടുത്തരുത്. ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ഹൃദയവേദനയോടെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് സുസ്മിതയും ചന്ദ്രബോസും കൂടെ മീറ്റ് ചെയ്യുന്നതാണ്. പഴയ വീര്യവും വീരശൂര പരാക്രമവും ഒക്കെ കുറച്ച് ദിവസം അകത്ത് കിടന്നപ്പോഴേ കെട്ടടങ്ങി കാണുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമൊക്കെ ഉള്ളത് കൊണ്ടേ ചിറ്റപ്പനെ കണ്ടിട്ട് തന്നെ പോകാമെന്ന് കരുതി ഞാനിവിടെ നിന്നതാ. ചിറ്റപ്പൻ മൊത്തത്തിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ ശരിക്കും പറഞ്ഞതാണോ അതെന്നെ നാക്കി പറഞ്ഞതാണോ? അല്ല ചിറ്റപ്പ, ചിറ്റപ്പന്റെ ആ പഴയ പ്രതാപത്തിനൊരല്പം മങ്ങലേറ്റോ എന്നൊരു സംശയം ഇല്ലാതില്ല. എങ്കിലും ചോദിക്കുക, എന്താ ഇനിയുള്ള പ്ലാൻ? എൻ്റെ തലയിൽ തൊപ്പി കയറണമെങ്കിൽ ഇനിയും കുറച്ച് ഓടണം. സഹായിക്കാമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനും ഞാൻ അകത്തായി കഴിഞ്ഞ ശേഷം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എല്ലാത്തിനെയും എൻ്റെ കൈ കിട്ടും. ചിറ്റപ്പൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അധികാരം ഉണ്ടെങ്കിലേ നമ്മളെ ആരും ഗവനിക്കൂ, അല്ലെങ്കിലേ വെറും പട്ടിക്ക് സമമാ. അതിപ്പോ പോലീസുകാരനാണെങ്കിൽ പറയുകയും വേണ്ട. ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ തൊപ്പിപ്പോയാൽ പിന്നെ പറയേ വേണ്ട.
അല്ല, നീ ഇപ്പോ എന്നെ കാണാൻ വന്നതേ ഈ തൊപ്പി പോയ പോലീസുകാരുടെ ജീവചരിത്രം പറഞ്ഞു കേൾപ്പിക്കാനാണോ? ഇതേ ചന്ദ്രബോസാ. തൊപ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടാൻ വരുന്നവന്റെ മുട്ടിടിച്ച് തകർക്കാനുള്ള ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ടടി. കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും ഒരു ജന്മവേ ഉള്ളെന്ന് മനസ്സിലാക്കി ആണുങ്ങളെ പോലെ നിൽക്കും. അടിക്കടി ഇടിക്കിടി. എന്റെ ചിറ്റപ്പ ജയിലിൽ കിടന്ന് മനസ്സ് തളർന്ന് മാനസാന്തരം വന്ന് ഇടേന്റെ കുഞ്ഞാടോ മറ്റോ ആയോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ചൊറിഞ്ഞു നോക്കിയതാ. ഇനി പറ, ജയിലിൽ കിടത്തിയവർക്ക് ഇനി എങ്ങനെയാ ചിറ്റപ്പൻ മറുപടി കൊടുക്കാൻ പോകുന്നത്? ഒരടിയെങ്കിലും നമുക്ക് ആ വിഷ്ണുവിന് കൊടുക്കണ്ടേ? ചിറ്റപ്പൻ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തല്ല്. അവൻ അങ്ങനെ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. ലോക്കപ്പിൽ അവനെ കിട്ടിയപ്പോൾ ഞാൻ പലവട്ടം ഒന്ന് ഓങ്ങിയതാ. പിന്നെ IAS പുറകിലുണ്ടല്ലോ എന്നോർത്താ എന്റെ കൈക്കരുത്തി ഞാൻ അവനെ കാണിക്കാഞ്ഞത്. ഇനിയിപ്പോ തൊപ്പി കയറുന്നത് വരെ ആ പേടിയൊന്നും വേണ്ടല്ലോ. കിട്ടും അവനെ. എവിടെങ്കിലും വെച്ച് എന്റെ കൈക്കിണങ്ങി കിട്ടും. നേരിട്ടൊന്നും ചെയ്യണ്ട ചിറ്റപ്പ. അത് പിന്നെ സർവീസിലോട്ട് തിരിച്ചു കയറുന്നതിന് എന്തെങ്കിലും തടസ്സമായി മാറും. ഒരു നൈസ് പണി ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ട്. പുലർച്ചെ 4 മണിക്ക് വന്ന് പണിത് 6 മണിക്ക് ഫ്ലൈറ്റ് കയറുന്ന നല്ല എക്സിക്യൂട്ടീവ് മുട്ടാളന്മാർ. ഞാനൊന്ന് ഫോൺ കറക്കി വിളിക്കേണ്ട താമസമേ ഉള്ളു. ചിറ്റപ്പൻ പറ, എന്താ വേണ്ടത്? ചിറ്റപ്പനും മോള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ വിഷ്ണു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇത് കണ്ടില്ല. വിഷ്ണു പറയുവാണ്, പറഞ്ഞു കൊടുക്കണം ചന്ദ്രബോസെ. വിഷ്ണുവിനെ കണ്ടതും ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും ജീവനങ്ങ് പോയി ഇങ്ങനെ വിളറി വെളുത്തങ്ങ് നിൽക്കുക. വിഷ്ണു സുസ്മിതയെ നോക്കി ഒന്ന് കളിയാക്കി ചിരിച്ചോണ്ട്, സുസു, പുറത്തുനിന്ന് വിളിക്കുന്ന ആരുടെ പേരെന്താ പറഞ്ഞേ? എക്സിക്യൂട്ടീവ് മുട്ടാൾ. എന്നാൽ എൻ്റെ അടുത്ത് അത്രയും വലിയ മുട്ടാളന്മാരൊന്നും ഇല്ല. പക്ഷെ അടിക്കാൻ വന്ന ഒരു രക്ഷയില്ലാത്ത അടി ഞാൻ അടിക്കും. എൻ്റെ ബോസ് എന്നാ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഇവൾക്കതൊന്നും അറിയില്ല. എടി, നീ എൻ്റെ കുടുംബം മുച്ചോടെ മുടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാടി നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത്. നീ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഈ ഒരു മുതലാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഈ മുതലാണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. എടാ അധികം കിടന്ന് വിളയാതെ പോടാ ചെറുക്ക എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുവാണ്. 14 ദിവസം ഞാൻ റിമാൻഡിൽ കഴിഞ്ഞുള്ളൂ. അതിന്റെ ക്ഷീണം മാറ്റാനേ 28 ദിവസം എണ്ണത്തോണിയിൽ കിടന്ന് 2 മുട്ടനാടിന്റെ സൂപ്പ് കുടിച്ച് പൂർവാധികം ശക്തി പ്രാപിച്ചാടാ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നിന്റെ നാവാട്ടമൊന്നും വേണ്ടടാ ഇവിടെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൊടുത്ത് വിഷ്ണു അവന്റെ ചെവിക്കുറ്റിക്കൊരടി. വിഷ്ണുവിന്റെ അടിയും കൊണ്ട് ചന്ദ്രബോസ് പറന്നുപോയങ്ങ് വീണ്. സുസ്മിതയാണെങ്കിൽ ഓടണോ അവിടെ തന്നെ നിൽക്കണോ ഒന്നും അറിയാതെ വായുമ്പളന്നിങ്ങനെ നിൽക്കുക. വിഷ്ണുവാണെ ജയിലിൽ ചന്ദ്രബോസ് കാണിച്ചതൊക്കെ ഓർത്തിട്ട് ചന്ദ്രബോസിനെ എടുത്തിട്ടങ്ങ് ചാർത്തുവാണ്. എടാ ചന്ദ്രബോസെ, ഇത് വിഷ്ണുവിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാടാ എന്നും പറഞ്ഞ് കൊടുക്കുവായിട്ടിടി. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനെ പിന്നെ മരണത്തിൽ പേടിയില്ല. ഇനിയൊട്ട് മരണത്തെ പേടിക്കത്തതുമില്ല. നിനക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ ചട്ടക്കൂടും. ഇന്ന് നിനക്കൊരു പുല്ലുമില്ലടാ. എന്നെ പോലൊരു സാധാരണക്കാരൻ അടിച്ചാലും അടി കൊണ്ടാലും തുല്യ ദുഃഖിതരാ. കേട്ടോടാ ബോസേന്നും പറഞ്ഞ് പറത്തി അടിക്കുവാണ് വിഷ്ണു. എടാ, നീ വന്ന് കളത്തിൽ ഇറങ്ങിയതല്ല ഉള്ളു. അപ്പൊ തന്നെ നീ എനിക്ക് പണി തരാൻ ഒരുങ്ങിയപ്പോൾ നീയൊക്കെ ഇനി എന്താ കാണിച്ചു കൂട്ടുന്നെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു. അതുകൊണ്ട് ഞാനും തയ്യാറായി തന്നെ നിൽക്കുന്നത്. പിന്നെ കാണിച്ചത് നാറിത്തരമാണെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എനിക്ക് കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് വേണ്ടേ? ഈ മൊബൈൽ കണ്ടോ, ഞാൻ ഇതിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് കേട്ട് സുസ്മിതയും ചന്ദ്രബോസും അങ്ങ് ഞെട്ടി നിൽക്കുക. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല വിഷ്ണുവിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന്. ഇതേ വെറുതെ ഒന്നിനുമല്ല, ഒരു തട എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആക്കിയ ഒരു ചിരിയുണ്ട്. ഇനി ആരെങ്കിലും എന്നെ ഇരുട്ടടി അടിക്കാനെങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ചന്ദ്രബോസെ, സുസ്മിതയെ, അത് നിങ്ങൾക്കാ കേട്ടോ. എന്നിട്ട് സുസ്മിതയോട് പറയുക, ഈ മതയാനെ ഇങ്ങനെ ഒരു പൂട്ടാൻ സഹായിച്ച മഹതിക്ക് പ്രത്യേക നന്ദി. അപ്പോൾ ഫ്ലൈറ്റിൽ വരുന്ന ടീമിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അപ്പോഴേ അവന്മാർ വരുമ്പോൾ അവന്മാരോട് പറയണം വിഷ്ണു തയ്യാറാണെന്ന്. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വരാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിലേ ഫ്ലൈറ്റ് കയറി വരാൻ പറ. എടി, ടിക്കറ്റ് കാശ് വേണം ഞാൻ കൊടുക്കാവടി, നീ വരാൻ പറ. പിന്നെ ചന്ദ്രബോസെ, ഒരു വാടക കൊണ്ടേണേം പിൻബലമില്ലാതെ നേരിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ സ്ഥലവും സമയവും പറഞ്ഞോ. ഈ വിഷ്ണു റെഡിയാടോ? എടാ ചന്ദ്രബോസെ, അതിനിടയ്ക്ക് നീ എന്തെങ്കിലും നിന്റെ ആ നാറിയ ചീഞ്ഞ കളിയെടുത്താലുണ്ടല്ലോ, അറിയാമല്ലോ, അതിനുള്ള തെളിവൊക്കെ താണ്ട് ഈ മൊബൈലിലുണ്ട്. എന്നാ പോട്ടടി സരള മോളെ എന്നും പറഞ്ഞ സുസ്മിത നോക്കി ഒരു പല്ലു കടിച്ചോണ്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. അങ്ങനെ ചന്ദ്രബോസും സുസ്മിതയും വണ്ടികളഞ്ഞെണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്രബോസ് സുസ്മിതയോട് പറയുവാണ്, അവനൊരു ലോക്കാണല്ലോടി മോളെ വെച്ചിട്ട് പോയത്. തൊപ്പി തലേ കയറുന്നത് വരെ അനങ്ങാതിരിക്കാനുള്ള ഒരു ലോക്ക്.
സുസ്മിത ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി മുളപ്പിച്ചൊക്കെ എന്തോ ഗൂഢതന്ത്രങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷ്ണു മദ്യപിക്കുന്ന സീനാണ്. അത് കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, പാവം എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി ആരോടൊന്ന് പൊട്ടിത്തെറിക്കാൻ പോലും കഴിയാതെ ആ വിഷമത്തിലായിരിക്കും മദ്യം കഴിക്കുന്നത്. വിഷ്ണു അങ്ങനെ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം ഒഴിച്ച് കുടിച്ചിട്ട് ആ ഗ്ലാസ് വലിച്ചെറിഞ്ഞ് ആ ചെയറൊക്കെ തട്ടിത്തെറിപ്പിക്കുവാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് സത്യഭാമ അങ്ങോട്ട് ഓടി വന്നിട്ട്, വിഷ്ണു എന്താ നീ കാണിക്കുന്നേ, നീ പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയോ? അതെ, പഴയ സ്വഭാവം തുടങ്ങി, അതിനെന്താ ഗുരുദക്ഷിണ തരണോ എന്നും പറഞ്ഞ് ബോധമില്ലാതെ വിഷ്ണു സംസാരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു, നീ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുണ്ടും മുറുക്കി കൊടുത്ത് ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ നശിക്കണ്ടേ? നശിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളിങ്ങനെ കൈയും കെട്ടി മുന്നിൽ നിന്ന് കൊടുക്കുക നശിക്കാനായിട്ട്. നശിക്കട്ടെ നശിക്കട്ടെ പറഞ്ഞ് വിഷ്ണു തന്നെ സ്വന്തം ദേഹത്ത് അടിക്കുവാണ്. വിഷ്ണു നീ എന്തോ കാണിക്കുന്നേ പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോൾ വിഷ്ണു പെട്ടെന്ന് മദ്യക്കുപ്പി എടുത്ത്, ഏയ് അടുത്തോട്ട് വരരുത്, ഞാൻ എൻ്റെ നിലവിട്ട് നിൽക്കുക എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ സത്യഭാമയുടെ നേരെ കൈ ചൂണ്ടുവാണ്. സത്യഭാമ ഇങ്ങനെ വരണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു സത്യഭാമയെ മര്യാദ പഠിപ്പിക്കുമോ അതോ സത്യഭാമ സ്വയം മര്യാദ പഠിച്ച് കീഴടങ്ങുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.